കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധം ദശമോധ്യായ 10ാമത്തെ അധ്യായം. ശ്രീഭഗവാനുവാച മയോദിതേഷ്വവഹിത സ്വധർമ്മേഷു മതാശ്രയ വർണ്ണാശ്രമകുലാചാരം അകാമാത്മാ സമാചരേൽ. ഭഗവാൻ ഉദ്ധവനോടുള്ള ഉപദേശം തുടരുകയാണ്. അതായത് എന്താണ് വേണ്ടത്? ആ നമ്മളെ പ്രവൃത്തികളിൽ നിന്ന് പ്രവർത്തിക്കുന്ന തന്നെ വിചാരം ചെയ്തുകൊണ്ട് വിവേകം, അത് അനിത്യ വിവേകം, പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെല്ലാം അനിത്യങ്ങളാണെന്നും ഏതാണ് യഥാർത്ഥത്തിലുള്ളത് നിത്യമായിട്ടുള്ളത് അതും മനസ്സിലാക്കാനുള്ള നിത്യാനിത്യ വിവേകം. അത് കഴിയുമ്പോഴോ ആ അനിത്യങ്ങളായിട്ടുള്ള വസ്തുക്കളിലൊക്കെ ആ വിരക്തി വരിക, വൈരാഗ്യം വരിക. അങ്ങനെ മെല്ലെ വന്നിട്ടാണ് ആ ഗുരുവിനെ പ്രവചിച്ചിട്ട് ജ്ഞാനം നേടാനുള്ള മാർഗമൊക്കെ പറഞ്ഞു തരണം. അതിന് മെല്ലെ മെല്ലെ ഇങ്ങനെ ഓരോതായിട്ട് പോവുകയാണ് ഉപദേശങ്ങൾ. എന്താ പറയണേ? മയോദിതേഷു, ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള സ്വധർമ്മങ്ങളിൽ മനസ്സിരുത്തിയിട്ട്, അവഹിത മനസ്സിരുത്തിയിട്ട് എന്നിട്ടോ എങ്ങനെ ചെയ്യണം സ്വധർമ്മങ്ങൾ? ആഗ്രഹങ്ങൾ, ഫലങ്ങളിൽ ആഗ്രഹങ്ങളില്ലാണ്ട് അകാമാത്മാ, പിന്നെയോ എന്നെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ഈ ഞാൻ പറഞ്ഞുള്ള വർണ്ണത്തിനും ആശ്രമത്തിനും കുലത്തിനും ആചാരത്തിനൊക്കെ ആ പറഞ്ഞ രീതിയിൽ അവനും ചെയ്തിട്ടുള്ള നമുക്ക് സ്വധർമ്മങ്ങളുണ്ടല്ലോ, നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള ധർമ്മങ്ങൾ, അത് വേണ്ട രീതിയിൽ ഈശ്വരാർപ്പണമായിട്ട് ഫലിച്ച കൂടാണ്ട് ചെയ്യണം എന്നാണ് ആദ്യമായിട്ട് ഭഗവാൻ പറയണത് കേട്ടോ. അന്വിക്ഷേത വിശുദ്ധാത്മാ ദേഹിനം വിഷയാത്മനം ഗുണേഷു തത്വധ്യാനേന സർവാരംഭ വിപര്യം. അതേമാതിരി തന്നെ എപ്പോഴും നമ്മളിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കണം. എന്താണ് ഈ മനസ്സ് അതിൽ എന്താണ് ഈ വിഷയത്തിൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മൾ മനുഷ്യരുണ്ടല്ലോ, ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എങ്ങനെയെന്ന് വെച്ചാൽ ഗുണങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എന്താണ് ചെയ്യുന്നത്? താൻ തന്നെയാണ് ചെയ്യണം എന്നുള്ള ഭാവം വരുന്ന സമയത്തുണ്ടല്ലോ, പ്രവൃത്തികൾ എന്തിനാണ് നമ്മൾ ചെയ്യണത്? എപ്പോഴും ആ സുഖത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. എന്നാലോ എപ്പോഴും ആ പ്രവൃത്തികൾക്ക് ഫലം സർവാരംഭ വിപര്യം, ആ വിപരീത ഫലപ്രാപ്തിയാണ് ഉണ്ടാവുന്നത്. നമ്മൾ ഉദ്ദേശിച്ച ഫലം നമ്മൾ ഒരു പ്രവൃത്തി ചെയ്താലും കിട്ടാറില്ല എന്ന് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കണം. ചെയ്തതിനൊക്കെ വിപരീതമായിട്ടുള്ള ഫലമാണ് കിട്ടുക. പിന്നെയോ സുപ്രസ്യ വിഷയാലോകോ ധ്യായതോ വാ മനോരഥ നാനാത്മകത്വാൽ വിഫല തഥാ ദേഹാത്മധീ ഗുണൈ. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. എന്താണ് ഇതെല്ലാം വാസ്തവമല്ല എന്ന് എങ്ങനെ ആലോചിച്ചുകൊണ്ട് അറിയാം? ആദ്യമായിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കുക. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ആൾ സ്വപ്നം കാണും. സ്വപ്നം കാണുന്ന സമയത്തുണ്ടല്ലോ, ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കാണാറ് സ്വപ്നത്തിൽ. എന്നാൽ ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് മുഴുവൻ വാസ്തവമാണോ? ഉണർന്നു കഴിയുമ്പോൾ സ്വപ്നം അല്ല എന്ന് ബോധ്യമാകുമ്പോഴേ അതൊക്കെ സ്വപ്നമായിരുന്നു അല്ലേ തോന്നുക. അപ്പോൾ അതേമാതിരി തന്നെ ഈ ജാഗ്രത ഇരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെത്തായിരുന്നുകൊണ്ട് പല മനോരാജ്യങ്ങൾ കാണും. അതൊക്കെ മനസ്സിൻ്റെ കൽപ്പനകളാണെന്ന് പിന്നീട് യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാകും. ഇതേമാതിരി തന്നെ എന്ത് വരണം? എങ്ങനെയാണ് ഈ ഗുണങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തികളെ കൊണ്ട്, അതായത് സത്വഗുണത്തിൻ്റെതായിട്ട് ഗുണത്തിൻ്റെ ദേവതകളും അതുമാതിരി മനസ്സും പ്രവർത്തിക്കും. രജോ ഗുണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കും. അതേമാതിരി തമോ ഗുണത്തിൻ്റെ ഭാഗമായിട്ട് ഈ വിഷയങ്ങൾ, അതിൽ സ്പർശം, രൂപം, രസം, ഗന്ധം എന്നൊക്കെ പറഞ്ഞുള്ള വിഷയങ്ങൾ, ഇതെല്ലാം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വാസ്തവമല്ല. എന്താണ് ഈ നാനാത്മകത്വം വിഫല. അതുകൊണ്ട് ഈ പലതായി തോന്നുന്നത് കാരണം, മനുഷ്യ ശരീരങ്ങളിൽ പലതായി തോന്നുന്നത് കാരണം ഇതെല്ലാം വിഫലമാണ്. ഇതൊക്കെ ഗുണത്തിൽ ആ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് തോന്നണതാണ്. ഇതേ വന്നാൽ ഇതിനെല്ലാം പുറത്തായിട്ടാണ് ആത്മാവ് അല്ലെങ്കിൽ ജീവൻ നിൽക്കുന്നതെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഭ്രമമാണെന്ന് മനസ്സിലാവും. അതിനുവേണ്ടി അങ്ങനെ ചിന്തിച്ച് എന്ത് ചെയ്യണം? ആ ഭാവത്തിലെത്താൻ നിവൃത്തം കർമ്മസേവേദ പ്രവൃത്തം മൽപരസ്ത്യജേൽ ജിജ്ഞാസായം സംപ്രവൃത്തോ യാദ്രിയേൽ കർമ്മചോദനം. നിവൃത്തി കർമ്മങ്ങൾ. എന്താ നിവൃത്തി കർമ്മങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ പ്രപഞ്ചത്തിലുള്ള ആ ബന്ധങ്ങളിൽ നിന്ന് മെല്ലെ വേറിട്ട് ആത്മമാർഗത്തിലേക്ക് ചരിക്കാൻ ഉതകുന്ന പ്രവൃത്തികളുണ്ടല്ലോ, അതിനാണ് നിവൃത്തി കർമ്മങ്ങൾ എന്ന് പറയുക. അതിൽ ക്ഷേത്രങ്ങളെ പൂജിക്കുക, സത്വങ്ങളുടെ സത്സംഗം ഉണ്ടാവുക, അത് നല്ല പുരാണ പാരായണം, അതുമാതിരി തത്വശാസ്ത്രങ്ങളൊക്കെ പറയേണ്ട രീതിയിൽ പഠിക്കുക. അങ്ങനെ ചെയ്ത് ആ തന്നെ സ്വയം ആത്മമാർഗത്തിലേക്ക് നയിക്കാനുള്ള അതിനാണ് പ്രവൃത്തി മാർഗങ്ങൾ എന്ന് പറയുക. അതിലേക്കായിരിക്കണം നമ്മുടെ കൂടുതൽ ശ്രദ്ധ. പിന്നെ എന്ത് ചെയ്യണം? നിവൃത്തി മാർഗങ്ങളായിരിക്കും നമ്മുടെ ശ്രദ്ധ.
പ്രവൃത്തി മാർഗങ്ങളുണ്ട്. അതിൽ കുടുംബത്തിൻ്റെ വർധനയ്ക്ക് വേണ്ടിയിട്ടും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയൊക്കെ പല പ്രവൃത്തികളൊക്കെ ചെയ്യാം. അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ വെച്ചാൽ മൽപരസ്ഥിതിയിൽ അത് എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫലത്തിൽ ആഗ്രഹം ഇല്ലാണ്ടാവും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ ജിജ്ഞാസായം സംപ്രവൃത്തോ നാദ്രിയേൽ കർമ്മചോദനം. അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യണേ, എല്ലാ പ്രവൃത്തി എടുക്കുമ്പോഴും ആരാണിതൊക്കെ ആരാ നയിക്കണത് എന്നുള്ള ആത്മാവിനെ ഉദ്ദേശിച്ചുകൊണ്ട് അറിയാനുള്ള ഒരു ജിജ്ഞാസ അതെപ്പോഴും വേണം ഉണ്ടായിരിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവും എന്തല്ലോ അങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് പിന്നെ കർമ്മത്തിൽ മുഴുകാൻ വേണ്ടിയിട്ട് പറയുന്ന വേദവാക്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നും അങ്ങനെ ഭ്രമിക്കാണ്ട് ഈ കർമ്മങ്ങളൊക്കെ നിഷ്കാമമായിട്ട് ചെയ്യാൻ പരിശ്രമിക്കുക കേട്ടോ. യമനഭീക്ഷണം സേവേര നിയമന്മത്പരക്വചിൽ മതവിജ്ഞം ഗുരും ശാന്തം ഉപാസീതമതാത്മകം. യോഗത്തിൻ്റെ ആദ്യത്തെ 2 അംഗങ്ങളാണ് യമം, നിയമം എന്നുള്ളത്. ഈ യമങ്ങളെ വേണ്ട രീതിയിൽ അതിൽ എങ്ങനെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കണം. അഹിംസ, ഹസ്ത എന്നൊക്കെ പറഞ്ഞ് 10-12 ഉണ്ട്. ബ്രഹ്മചര്യം അതുമാതിരി അതൊക്കെ വേണ്ട രീതിയിൽ ചെയ്യുക. അതാണ് യമം എന്നുള്ളത്. പിന്നെയോ നിയമന്മൽപരസ്ത്യജേൽ. നിയമങ്ങൾ എന്താണ്? ആഭ്യന്തരവും മാനസികമായിട്ടുള്ള ശൗചം അങ്ങനെയുള്ള പ്രവൃത്തികളുണ്ടല്ലോ, അതൊക്കെയാണ് നിയമങ്ങൾ എന്ന് പറയുക. അത് എങ്ങനെ വേണ്ട എൻ്റെ ഭജനത്തിന് ഇതിൽ എന്താണ് തടസ്സം വരാത്ത രീതിയിലുള്ള നിയമങ്ങൾ മാത്രം ചെയ്താൽ നിയമങ്ങളെന്നും വല്ലാണ്ട് പാലിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. ഉദ്ദേശം എന്തായിരിക്കണം? എന്നെ ഭജിക്കുക എന്നുള്ളതായിരിക്കണം. അതിനു വേണ്ടിയിട്ട് സേവേത നിയമാൻ മൽപരക്കൊതിൽ എനിക്ക് എന്നെ ഭജിക്കാൻ ഉപകരിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ മാത്രം ചെയ്താൽ മതി. അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യണം? മത് അവിജ്ഞം ഗുരും ശാന്തം ഉപാസീതമതാത്മകം. പിന്നെ ആ ആത്മതത്വം അറിയാൻ വേണ്ടിയിട്ട് എന്ത് വേണം? നല്ലൊരു ഗുരുവിനെ പ്രാപിക്കണം. ആ ഗുരു എങ്ങനെയായിരിക്കണം? എന്നെപ്പറ്റി നന്നായിട്ട് അറിയുന്ന ആളായിരിക്കണം. അതുമാതിരി ശാന്തനായിരിക്കണം. ഉപാസീതമതാത്മകം. ആ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ നിയന്ത്രിച്ചിട്ടുള്ള ആളായിരിക്കണം. എപ്പോഴും ഞാൻ തന്നെയാണ് ഈ സർവമായിട്ട് കാണുന്നത് എന്നുള്ള ആ ഭാവം ഉറച്ചുള്ള ആരായിരിക്കണം. ആളായിരിക്കണം ആ ഗുരു. ആ ഗുരുവിനെ വേണ്ട രീതിയിൽ ചെന്ന് ഉപാസിക്കുക. ഇനിയോ ശിഷ്യൻ എങ്ങനെയായിരിക്കണം? അമാന്യ മത്സരോ ദക്ഷോ നിർമ്മമോ ദൃഢസൗഹൃദം അസത്വരോർത്ഥ ജിജ്ഞാസു അനസൂയു അമോഘവാക്. ആ അഭിമാനമില്ലാത്തവനായിരിക്കണം. ഞാൻ കേമനാണെന്നുള്ള ഭാവം ഇല്ലാണ്ട്, ആരോടും മാത്സര്യങ്ങളൊന്നും ഇല്ലാണ്ട്, നല്ല പ്രവൃത്തികളിലൊക്കെ നല്ല ദക്ഷനായിട്ടുള്ള ആളാണ്, നല്ല സമർത്ഥനായിട്ടുള്ള ആളായിരിക്കണം. ഒന്നിനോടും എൻ്റെ എന്നുള്ള മമത ഇല്ലാത്ത ആളായിരിക്കണം. ദൃഢസൗഹൃദം, അതേ സമയത്ത് എല്ലാവരോടും സുഹൃദ്ഭാവം മാത്രമുള്ള ആളായിരിക്കണം. അസത്വര, ആ ധൃതി കൂട്ടി ഓരോന്നും പ്രവർത്തിക്കുകയല്ല, എല്ലാം നല്ല സാവധാനത്തോടുകൂടി ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. അർത്ഥജിജ്ഞാസു എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തെ അറിവാൻ ആഗ്രഹമുള്ള ആളായിരിക്കണം. ഒട്ടും അസൂയയില്ലാത്ത ആളായിരിക്കണം. വ്യർത്ഥമായിട്ടുള്ള വാക്ക് പറയാണ്ട് വേണ്ടത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇതൊക്കെയാണ് ഒരു ശിഷ്യൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുകയാണ്. ഇങ്ങനെ ജായാവത്യഗൃഹക്ഷേത്ര സ്വജനദ്രവിണാദിഷു ഉദാസീന സമം പശ്യൻ സർവേഷ്വർത്ഥമിവാത്മനാ. അതേ പിന്നെ എന്ത് ചെയ്യണം? ജായാവത്യഗൃഹക്ഷേത്ര സ്വജനദ്രവിണാദിഷു. തൻ്റെ ഭാര്യ, തൻ്റെ മക്കള്, വീട്, കൃഷി, ബന്ധുക്കൾ, ധനങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാറ്റിലും തനിക്കുള്ള ആ പ്രയോജനം തുല്യം തന്നെയെന്ന് കാണുന്നവനും അതിൽ വിശേഷ സ്നേഹം ഇല്ലാത്തവനുമായിരിക്കണമെന്ന്. അതായത് എൻ്റെ എന്നുള്ളത് കൊണ്ട് മാത്രം എനിക്ക് എൻ്റെ ഭാര്യ, എൻ്റെ വീട്, എൻ്റെ കുടുംബം ഇല്ലേ, അതൊക്കെ എനിക്കൊരു പ്രത്യേകത, മറ്റുള്ളവരെ വേറെ, അങ്ങനെയല്ല. ഇതെല്ലാം എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് ആരെ സംബന്ധിച്ചായാലും ഈ ബന്ധങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ എത്രത്തോളം നമ്മുടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു അത് മാത്രമേ ഉള്ളൂ വിചാരിക്കുക. കാരണം ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ആ ജീവൻ്റെ ശരീരം എന്നുള്ളത് പ്രാരബ്ധം കൊണ്ട് കിട്ടിയതാണ്. അതിനെ നിലനിർത്തി അത് അവസാനിപ്പിക്കാൻ ആ പ്രാരബ്ധകർമ്മം മാത്രം മതി. ഈ ബന്ധുക്കളും ഇവരാരും സഹായിക്കില്ല. അതുകൊണ്ട് തൻ്റെ എന്നുള്ളതുകൊണ്ട് അവരോടൊരു പ്രത്യേക സ്നേഹമൊന്നും തോന്നേണ്ട ആവശ്യമില്ല. അന്യരുടേതായതുകൊണ്ട് അതിനോട് ഒരു പ്രത്യേക ദേഷ്യമോ മമതല്ലായോ തോന്നൽ, എല്ലാം സമം പശ്യൻ, എല്ലാം ഒന്നാണെന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഇരിക്കണം. എന്നിട്ടോ വിലക്ഷണ സ്ഥൂല സൂക്ഷ്മാൽ ദേഹാദാത്മേക്ഷിതാസ്വദൃക് യഥാഗ്നിർ ദാരുണോദഹ്യൽ ദാഹകൊന്യ പ്രകാശക. ഈ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥൂല സൂക്ഷ്മാൽ ദേഹാൽ ഈക്ഷിത സ്വദൃക്. ഈ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കിയാൽ പുറത്തേക്ക് കാണുന്നതാണ് സ്ഥൂലങ്ങളായിട്ടുള്ള ശരീരം. ആ ശരീരത്തിൽ പുറത്തേക്ക് നോക്കിക്കൊണ്ട് വിഷയങ്ങളെ ആസ്വദിക്കുന്ന ഇന്ദ്രിയങ്ങളുണ്ട്. ഈ ഇന്ദ്രിയങ്ങളുടെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇതിനെയൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഉണ്ടാകുന്ന സൂക്ഷ്മേന്ദ്രിയങ്ങളും, അതായത്
പ്രാണൻ, ബുദ്ധി, മനസ്സ്, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെയും ഉള്ളിലായിട്ട് ഇതിനെയൊക്കെ നോക്കിക്കൊണ്ട് ആത്മാവായിട്ട് ഒന്നുണ്ടത് മനസ്സിലാവും. അതാണ് യഥാർത്ഥത്തിലുള്ള വസ്തു. അതെങ്ങനെ അതൊക്കെ കാഴ്ചക്കാരനാണ്, ദ്രഷ്ടാവാണത്. മറ്റതൊക്കെ ദൃശ്യങ്ങളാണ്. അപ്പോൾ പുറത്തുള്ള ദൃശ്യങ്ങളിലേക്ക് ദ്രഷ്ടാവ് ആരാണ്? ഉള്ളിലുള്ള ആയിട്ട് ഉള്ളിലുള്ള ബുദ്ധി, പ്രാണൻ, ഇതൊക്കെ ഇതിൻ്റെ ദ്രഷ്ടാവായിട്ടിരിക്കുന്ന ആളാണ് ആത്മാവ്. തന്നെ ആത്മാവിനെ കാണാൻ വേറെ വലുതുണ്ടോ? ഇല്ല. കാരണം തന്നെത്താൻ അറിയുന്ന ആളാണ് ഈ ആത്മാവ്. അങ്ങനെ എന്താണ് ഏത് മാതിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറകിൽ നിന്ന് യഥാർത്ഥത്തിൽ ആലോചിച്ച് അഗ്നിയും വിറകും ഒന്നാണോ? അല്ല. അഗ്നിയുടെ ഉള്ളിൽ എപ്പോഴും വിറകുണ്ടേനും ആ വിറകിൻ്റെ ഉള്ളിൽ എപ്പോഴും അഗ്നി എന്നാലോ അഗ്നി എന്ന് പറഞ്ഞാൽ വിറകിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ്. കത്താത്ത സമയത്ത് ഉള്ളിലുണ്ടായിരിക്കും. കത്തി തുടങ്ങിക്കഴിഞ്ഞാലോ അത് മെല്ലെ മെല്ലെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതായിരിക്കുന്നു ആ അഗ്നിയാണ്. പിന്നെയോ പ്രകാശം അതേ സമയത്ത് തന്നെ ഇതിൽ നിന്നെല്ലാം ഭിന്നമായിട്ടാണ് ഈ അഗ്നി ഇരിക്കുന്നത്. അതുമാതിരി അഗ്നി എന്നുള്ളതിൻ്റെ തത്വം ആലോചിച്ചുകൊണ്ട് അഗ്നിയും വിറകും വേറെ ആലോചിക്കുന്ന മാതിരി ഈ ശരീരത്തിൽ ഇതിനെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആത്മാവ് എന്നുള്ളത് ഈ ശരീരത്തിൽ നിന്ന് ഒന്ന് വേറിട്ട് നിൽക്കുകയാണെന്ന് അങ്ങനെ ചിന്തിച്ച് ഉറപ്പിക്കണം. നിരോധോൽപത്തി അണുബൃഹൻ നാനത്വം തത്കൃതൻ ഗുണൻ അന്തപ്രവിഷ്ട ആധത്ത ഏവം ദേഹഗുണൻ പരാ. നിരോധോൽപത്തി അണുബൃഹൻ നാനാത്വം. അതായത് ഇതേ മാതിരത്തിന് ഉപാധികൾ കൊണ്ടാണ് അഗ്നി പലതായിട്ട് കാണുന്നത് പറയുന്നത് തന്നെയാണ് ഈ തടസ്സം. അതുമാതിരി ഉത്ഭവിക്കുക, ചെറുപ്പം, വലിപ്പം, ഈ ഭേദങ്ങളൊക്കെ ഈ തൽകൃതാൻ ഗുണാൻ, ഈ ഭേദങ്ങൾ ചെയ്യപ്പെടുന്ന ധർമ്മങ്ങളെയും ആദത്തെ അഗ്നി ധരിക്കുന്നു. ഏത് പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നിക്ക് പറഞ്ഞില്ലേ വിറക് കത്താതിരിക്കാനായി എന്തെങ്കിലും ചെയ്തിട്ട് കത്തിയില്ലെങ്കിൽ വിറക് അഗ്നി കത്തില്ല. പിന്നെയോ വിറക് അതുപോലെ എങ്ങനെയെങ്കിലും തീ പിടിച്ചു എന്ന് കഴിഞ്ഞാൽ അത് കത്താൻ തുടങ്ങും. പിന്നെയോ അത് കത്തി വളരാൻ തുടങ്ങി അത് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടോ ചെറിയ കൊള്ളികളാണെച്ചാൽ ചെറുതായിട്ടാവും അഗ്നി ഉണ്ടാവുക. വലിയ കൊള്ളിയാണെച്ചാൽ വലുതായിട്ടുണ്ടാവും. കാട്ടുതീ ആണെച്ചാൽ വലുതായിട്ട് വരും. അപ്പോൾ ഈ ചെറുപ്പം വലിപ്പം ഇതൊക്കെ ഏതുമാതിരിയാണ്? ഈ വിറകിൻ്റെ വലിപ്പം കൊണ്ട് അതൊക്കെ അഗ്നിയും സ്വീകരിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഉപാധികളുടെ ഗുണങ്ങളെ മുഴുവൻ ഏതുമാതിരി അഗ്നി സ്വീകരിക്കുന്നതുമാതിരി തോന്നുന്നു. അന്തപ്രവിഷ്ട പര ദേഹഗുണാൻ ആദത്തെ. ഇതേമാതിരി നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവും ഈ ശരീരത്തിൻ്റെതായിട്ടുള്ള ഗുണങ്ങളെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടേതായുള്ള ഗുണങ്ങളെ എല്ലാം ഉള്ളിലിരിക്കുന്ന ആത്മാവും ധരിക്കുന്നു. യോസൗ ഗുണൈർവിരചിതോ ദേഹോയം പുരുഷസ്യ ഹി സംസാരസ്തന്തിബന്ധോയം പുംസോ വിദ്യാച്ഛിതാത്മനാം. ഈ പുരുഷസ്യ ഗുണൈ അസൗ ദേഹ വിരചിത. ഈ പുരുഷന് അധീനങ്ങളായിട്ടുള്ള, അതായത് സാക്ഷാൽ ഈശ്വരന് അധീനങ്ങളായിട്ടുള്ള ഈ ഗുണങ്ങളുണ്ടല്ലോ, സത്വം, രജസ്, തമസ്, ഈ ഗുണങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് അസൗ ദേഹ വിരചിത, ഈ ശരീരം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അത് ജീവന് അയം സംസാര, ഈ സംസാരം തൻ നിബന്ധ അതിട്ടാണ് ഉണ്ടായത്. അതായത് ഈ പുരുഷൻ, ഇവിടെ പുരുഷൻ ആദ്യം പറഞ്ഞത് പരമാത്മാവിനെ ഉദ്ദേശിച്ചിട്ടാണ്. പരമാത്മാവിൽ നിന്നുണ്ടായിട്ടുള്ള ഗുണങ്ങളെ കൊണ്ടാണ് ഈ ഈ ദേഹം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ ദേഹത്തിന് കൊണ്ടുള്ള ബന്ധം ജീവനുണ്ടായപ്പോഴാണ് ആ ജീവൻ വന്നത്. ആ ജീവന് ഈ ദേഹമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് അയം സംസാര എന്നുള്ള, ഈ സംസാരം എന്നുള്ളത് മുഴുവൻ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ശരീരമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. ആത്മന വിദ്യാ ചിത്. എന്നാൽ ആത്മാവിൻ്റെ അറിവ്, ഞാൻ ഇത് ശരീരമല്ല ആത്മാവാണെന്നുള്ള അതാണ് യഥാർത്ഥത്തിലുള്ള വിദ്യ. ആ വിദ്യ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അവിദ്യയെ നശിപ്പിക്കുകയും ചെയ്യുമെന്നാണ്. ഇത് ഇത്രയേ ഉള്ളൂ. ശരിക്കാ പറഞ്ഞ തത്വം ഇത്രയേ ഉള്ളൂ. തസ്മാൽ ജിജ്ഞാസയാത്മാനമാത്മസ്ഥം കേവലം പരം സംഗമ്യ നിരസേതേതൽ വസ്തുബുദ്ധിം യഥാക്രമം. അതുകൊണ്ട് ജിജ്ഞാസ, ഇങ്ങനെ അറിവാനുള്ള ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ദേഹത്തിലിരിക്കുന്ന ആ കേവലം, അതായത് പരിശുദ്ധമായിട്ടുള്ള ദേഹത്തിന് ഭിന്നനായിട്ടുള്ള ആ ആത്മാവിനെ നന്നായി അറിഞ്ഞിട്ട് ഈ ശരീരത്തിലുള്ള ആ വസ്തുബുദ്ധിയും യഥാക്രമം നിരസയിൽ, ഈ ശരീരത്തിലുള്ള പരമാർത്ഥാണ് എന്നുള്ള ബുദ്ധി ഉണ്ടല്ലോ, അതായത് ശരീരം നിത്യമാണ്, താൻ ശരീരമാണെന്നുള്ള ബുദ്ധി ഉണ്ടല്ലോ, അതിനെ മെല്ലെ മെല്ലെ ക്രമത്തിൽ ഇല്ലാണ്ടാക്കി തീർക്കണം. അതാണ് പരിശ്രമിക്കേണ്ടത്. അതിനെന്താണ് ചെയ്യുക? അങ്ങനെയാണ് ഉണ്ടാവുക. ആചാര്യോരണിരാരഭ്യ ആചാര്യോരണിരാദ്യസ്യൽ അന്തേവാസ്യുത്തരാരണി തൽ സന്ധാനം പ്രവചനം വിദ്യാസന്ധി സുഖാവഹ. എന്താണ് ഈ
അരണി കടഞ്ഞിട്ടാണ് അഗ്നി ഉണ്ടാക്കുക യാഗങ്ങൾക്കൊക്കെ. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ 2 മരത്തിൻ്റെ കഷ്ണങ്ങൾ അതിൻ്റെ നടുക്ക് വേറൊരു കഷ്ണം വെച്ച് ഇങ്ങനെ കടയുക ചെയ്യുക. കടയണ സമയത്ത് ആ ഇച്ചിരി ഇതിൽ ഇതിൻ്റെ സ്പരിശനം കൊണ്ട് തീയിൻ്റെ സ്പാർക്ക് ഉണ്ടായിട്ട് അത് ഇത് വെച്ച് പിടിപ്പിച്ചിട്ടാണ് തീ ഉണ്ടാവുക. അപ്പോൾ ഇതേമാതിരി ഈ അഗ്നി തന്നെ ഇതാണ് ഉപമയായിക്കൊണ്ടാണ് നമ്മുടെ ആ ജ്ഞാനത്തിനെയും അതുമാതിരി ആത്മാവിനെയൊക്കെ കാണിക്കണം. ഇവിടെ എന്താണ് അഗ്നി ഉണ്ടാക്കാനുള്ള കടയുന്ന അരണി ഉണ്ടല്ലോ, അതിൽ 2 ഭാഗങ്ങളുണ്ട്. അതാണ് ആദ്യത്തെ അരണി, അതായത് മുകളിലുള്ളത് മരത്തിൻ്റെ കഷ്ണം, ആദ്യ അരണി ഗുരുനാഥനാണ്. അന്തേവാസ്യുത്തരാരണി, അതിൻ്റെ താഴത്തുള്ള അരണി അത് ശിഷ്യരായിരിക്കണം. ഇത് 2 കൂടി തൽ സന്ധാനം, അത് തമ്മിലുള്ള ആ മഥനം അതുണ്ടല്ലോ. ആ മഥനം കൊണ്ട് എന്താ ഉണ്ടാവുക? ആ ഗുരുവിൻ്റെ ഉപദേശവും അതുമാതിരി ഗുരു കേൾക്കുകൊണ്ട് ആ ശിക്ഷ ചെയ്യുന്ന മനനവും, ഇത് രണ്ടുമാണ് ആ മഥനത്തിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഗുരു ഉപദേശിക്കുക, ഗുരുവിൻ്റെ വാക്കുകളെ ശ്രദ്ധയോട് കേട്ടിട്ട് ശിഷ്യൻ അതങ്ങനെ സന്ധാനം ചെയ്യുക. അങ്ങനെ ചെയ്യുക, പ്രവചനവും സന്ധാനവും. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും? വിദ്യാസന്ധി സുഖാവഹ. അങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ ആ അരണികളുടെ സംയോജിതമായിട്ട് ആ വിദ്യ, അറിവ് എന്നുള്ള ജ്ഞാനം എന്നുള്ള അഗ്നി ഉണ്ടല്ലോ, അത് അപ്പം ഉണ്ടാവും. എന്നിട്ട് ആ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വൈശാരദി സാധി വിശുദ്ധ ബുദ്ധിർ ദുനോതിമായം ഗുണസംപ്രസൂതം ഗുണം ച സന്ദഹ്യ യഥാത്മമേതൽ സ്വയം ശാമ്യത്യസമിൽ യഥാഗ്നി. ഇങ്ങനെ വൈശാരഥി, അതായത് നല്ല ബുദ്ധിയുള്ള ശിഷ്യനാണ് എന്ത് ചെയ്യും? ഇങ്ങനെ അതിവിശുദ്ധ ബുദ്ധി, ആ നിർമ്മല ജ്ഞാനം ഗുരുവിൽ നിന്ന് കേട്ടത് ഇതുണ്ടല്ലോ, ഗുണസംപ്രസൂതാം മായാം ദുനോതി. ഇങ്ങനെ ആ ഗുരുവിൽ നിന്ന് ആ വേണ്ട രീതിയിൽ ആ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? ഈ ഗുണങ്ങളായ കൊണ്ടുള്ള ഈ മായ കൊണ്ടാണ് ഈ സംസാരം ഉണ്ടായതെന്ന് മനസ്സിലാക്കിയിട്ട് ആ മായയെ ഇങ്ങനെ നശിപ്പിക്കണം ഈ അറിവ് വന്നാൽ. ഇനിയോ ഗുണാഞ്ച സന്ദഹ്യ, അത് കഴിഞ്ഞാലോ മായ അത് ഈ ഗുണങ്ങളെ നശിപ്പിച്ചിട്ട് നന്നായി ദഹിപ്പിച്ചിട്ട് ഏതാത്മം, ഏതൊരു ലോകമാണോ ഈ ഗുണരൂപമാണോ അതിൻ്റെ നാശം നിമിത്തം അസമിൽ, ആ നാശം അതായത് കത്താനൊന്നും ഇല്ലാണ്ട് തീർന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? വിറകില്ലാണ്ട് കഴിഞ്ഞാൽ അഗ്നി നശിക്കില്ലേ? അതുമാതിരി അഗ്നിയതാ സ്വയം ച ശമ്യതി. അതായത് ആദ്യം ജ്ഞാനം ഉണ്ടാവും. ജ്ഞാനം കൊണ്ട് എന്തുണ്ടാവും? ഈ അജ്ഞാനം അവിദ്യ കൊണ്ടാണ് നമുക്ക് ഈ ശരീരബോധവും അതുമാതിരി പ്രപഞ്ചബോധവും ഒക്കെ ഉണ്ടായത്. ആ അവിദ്യയെ ഈ വിദ്യ കൊണ്ട് അങ്ങനെ നശിപ്പിക്കും. നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വിദ്യ മാത്രമായി കഴിഞ്ഞാൽ വിറകില്ലാത്ത അഗ്നിമോരെ ആ ജ്ഞാനവും അവസാനം അങ്ങോട്ട് ശമിക്കുന്നു പറയുകയാണ്. അതൈഷം കർമ്മകർത്തൃണാം ഭോക്തൃണാം സുഖദുഃഖയോ നാനാത്വമതനിത്യത്വം ലോകകാലാഗമാത്മനാം. എന്നാലോ കർമ്മകർത്തൃണാം സുഖദുഃഖയോ ഭോക്തൃണാം യേഷാം നാനാത്വം ലോകകാലാഗമ ആത്മനാം, ഇവയ്ക്ക് നിത്യത്വം. ഇങ്ങനെ ഇതിന് വേറെ ചിലരുണ്ട്. ഇതാണ് യഥാർത്ഥത്തിലുള്ള വേദാന്ത പ്രകാരമായിട്ടുള്ളത്. അതായത് താൻ ഈ ശരീരമല്ല എന്നുള്ള ബോധം ഉറച്ചു കഴിഞ്ഞാൽ, ആ ജ്ഞാനം ഉറച്ചു കഴിഞ്ഞാൽ സത്യമായിട്ടുള്ള ആത്മാവ് മാത്രമേ എന്ന് പറഞ്ഞ് താൻ അതാണെന്നുള്ള ഭാവത്തിലേക്ക് എത്തുക. അതാണ് വേദാന്തങ്ങൾ പറയുന്നത്. എന്നാൽ ഇനി കർമ്മമാർഗത്തിലുള്ള കർമ്മടന്മാരായിട്ടുള്ള ആൾക്കാർക്കുണ്ട്. അവർ വേദാന്തത്തിൽ നിന്നും ബോധിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വ്യാവഹാരിക മാർഗത്തിൽ ഇതെല്ലാം വാസ്തവങ്ങളാണ്. അതായത് ശരീരങ്ങളുണ്ട്, അതിലുള്ള ജീവന്മാരുണ്ട്, അങ്ങോട്ടുള്ള ബന്ധങ്ങളുണ്ട്, ഇതെല്ലാം അങ്ങനെയില്ലേ. അപ്പോൾ അതിനെ അനുഭവിച്ചുകൊണ്ട് ചോദിച്ചിരിക്കുന്ന കാലം, ശാസ്ത്രം ഇതുണ്ടല്ലോ, ഇതെല്ലാം നാശമില്ലാത്തതാണ് ഞാൻ തോന്നുന്നത്. അപ്പോൾ പിന്നെ ജ്ഞാനം എന്നുള്ളതോ, ആ ജ്ഞാനം എന്നുള്ളത് ഇങ്ങനെയില്ല, വളരെ ബുദ്ധിമുട്ട് എപ്പോഴെങ്കിലും വരണതാണ്, കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും ചെയ്യും. അതുകൊണ്ട് ഈ ജ്ഞാനം എന്നുള്ളത് സത്യമല്ല, വാസ്തവമല്ല എന്ന് അങ്ങനെ പറയുന്ന ആൾക്കാരാണ് ഇതിൽ പൂർവ്വമീമാംസന്മാർ എന്നൊക്കെ പറയും. മീമാംസകന്മാർ അല്ലെ കർമ്മടന്മാർ, അവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല എന്ന് പറയും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൽ ഇപ്പം നമ്മൾ കാണുന്ന എല്ലാം വാസ്തവമാണ്. ഇനി അങ്ങനെ അവരുടെ ചിന്തകളിൽ കൂടെ പോകണം. മന്യസേ സർവഭാവാനം സംസ്ഥാഹ്യ ഉൽപ്പത്തികേ യഥാ തത്തതാഗ്നിവേദേന ജായതേ വിദ്യതേ ചതി. അങ്ങനെ ഈ ആ ഭാവ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പദത്തിലെ സർവഭാവ എല്ലാ പദാർത്ഥങ്ങളിലെയും ഈ സ്ഥിതി ഉൽപ്പത്തിയെ അനുസരിച്ച് അങ്ങനെ ഭേദബുദ്ധി തത്തത് ആകൃതി ഭേദേന, അതാത് വസ്തുക്കളുടെ ആകൃതി ഭേദത്തിനനുസരിച്ച് ജനിക്കണു ഭേദിക്കணும் ചെയ്യണു എന്ന്
ചിന്തിക്കുന്നു നിങ്ങൾ കൂടിയിട്ട്. അതായത് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും പലതരത്തിലുള്ള ജീവന്മാരുണ്ട്. അവർ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. ആ കർമ്മങ്ങൾക്കനുസൃതമായിട്ട് പുതിയതായിട്ട് ശരീരങ്ങൾ ഇടണു. അതങ്ങനെ തുറന്നുകൊണ്ടിരിക്കണു എന്നുള്ളത് ചിന്തിക്കുകയാണെങ്കിൽ കൂടിയിട്ട് അത് വാസ്തവമാണ്, മറ്റേ ഈ ധ്യാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ കൂടി ഏവമപ്യംഗ സർവേഷാം ദേഹിനം ദേഹയോഗത കാലാവയവതസന്ധി ഭാവാജന്മാദയോസകൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കൂടി ഈ ജീവികൾക്കെല്ലാം ശരീരച്ചേർച്ച ഉണ്ട് എന്നതുകൊണ്ട് ഈ കാലാംശങ്ങളായിട്ടുള്ള നിമിഷങ്ങൾ കാലത്തിന് ഇതുകൊണ്ടുണ്ടല്ലോ ജന്മം അവസാനം, അതായത് ഉണ്ടായിട്ടുള്ള വസ്തുക്കൾക്കൊക്കെ നാശം എന്നുള്ളത് ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും നിത്യമല്ല എന്നുള്ള ബോധ്യം വരില്ല എന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറയുകയാണ് ഭഗവാൻ. കർമ്മങ്ങളെ കൊണ്ട് പോവുക ഉണ്ടാവും, പക്ഷെ അവസാനം ഇതിനൊക്കെ ഒരു നാശം ഉണ്ടാവുമല്ലോ. അത് എങ്ങനെയാണ്? കാല അവയവത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് ചില വസ്തുക്കൾ ഇപ്പം തന്നെ നശിച്ചു എന്ന് വരാം, ചിലത് ഒരു കുറച്ച് വർഷങ്ങളെ കൊണ്ട് നശിച്ചു വരാം. ബ്രഹ്മാവ് ആയിട്ടുള്ള ആളാണ് ചിലോ ഇതില്ലേ ദ്വിപരാർത്ഥ കാലം വന്ന് അങ്ങനെ ഈ കാണുന്ന വസ്തുക്കൾക്കെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നാശമുണ്ട് എന്നുള്ളത് ബോധ്യമല്ല. അപ്പം എങ്ങനെ പിന്നെ ഇതിനെ നിത്യാന്ന് ഈ കർമ്മമാർഗത്തിൽ പറയുന്ന മാതിരി ഇതിനേക്ക് നിത്യാണെന്ന് പറയാൻ പറ്റാന്നാണ് ആ ഭഗവാൻ ചോദിക്കുന്നത്. അത്രാവി കർമ്മണം കർത്തു അസ്വാതന്ത്ര്യം ച ലക്ഷ്യതേ ഭോക്തുശ്ച ദുഃഖസുഖയോ കോന്വർത്ഥോ വിവശം ഭജേൽ. അങ്ങനെ പറയുകയാണ് ഈ കർമ്മങ്ങൾക്ക് നിത്യത എന്നുള്ളത്. അങ്ങനെ ആ ചിന്തയിൽ പോകുമ്പോൾ തന്നെ ഈ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് കർമ്മണം കർത്തു അസ്വാതന്ത്ര്യം ച ലക്ഷ്യതേ, അദ്ദേഹത്തിനും ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുകയാണ് ഭഗവാൻ. അതായത് ഞാൻ നല്ല കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മൾ ഇതിൽ കർമ്മത്തിൽ നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങൾ കഴിച്ചാൽ ജീവിക്കണു, അത് കഴിഞ്ഞ് ആ കർമ്മത്തിൽ പ്രവർത്തിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ സ്വന്തം സെൽഫ് വിൽ എന്ന് പറയുന്നത് എവിടെ എന്നുള്ള രീതിയിലാണ്. അതായത് ഞാൻ ഇതൊന്നും വേണ്ട, എനിക്ക് നല്ല പ്രവർത്തികൾ ചെയ്തു സ്വർഗ്ഗമാർഗത്തിലേക്ക് തന്നെ പോകണം, അങ്ങനെ മാതിരി ഞാൻ ഇതൊന്നും ആസ്വദിക്കാൻ പോകില്ല, ഭോക്താവല്ല എന്നൊക്കെ ചിന്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സ്വാതന്ത്ര്യം ഒരു ജീവന് കിട്ടുന്നുണ്ടോ ഈ രീതിയിൽ ചോദിക്കുകയാണ് ഭഗവാന്. കിട്ടുന്നില്ല. കാരണം ദേഹിനം സുഖം കിഞ്ചിൽ വിദ്യതേ വിദുഷാമഭി തഥാച ദുഃഖം മൂഢാനം വൃതാഹങ്കരണം പരം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, നല്ല സത്തുക്കളായിട്ടുള്ള ആൾക്കാർ, നമ്മൾ സാധാരണ പറയാം സത്തുക്കളായിട്ട് ആൾക്കാരും ദുഃഖം ധാരാളം അനുഭവിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ വിദുഷാമവി തഥാച ദുഃഖം മൂഢാനാം വൃതാഹര, മൂഢന്മാരായിട്ടുള്ള ആൾക്കാർക്ക് സുഖവും ധാരാളം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതായത് ഈ അറിയുന്ന ആൾക്കാർ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രവൃത്തികളെ കൊണ്ട് അവർക്ക് സുഖം മാത്രം കിട്ടുക അങ്ങനെ ഒരു അവസ്ഥയും വരുന്നില്ല, ആ മൂഢന്മാർക്ക് ദുഃഖം മാത്രം അങ്ങനെയും വരുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊന്നും അവരെല്ലാവരും സ്വാതന്ത്ര്യം ചെയ്യാണ്ട് അസ്വാതന്ത്ര്യന്മാരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനെന്തോ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തോ ഒരു ശക്തി ഉണ്ടെന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടി വരുമെന്ന് പറയുകയാണ്. യതി പ്രാപ്തിം വിഘാതം ച ജാനന്തി സുഖദുഃഖയോ തേപ്യധാന വിദുര്യോഗം മൃത്യുർന പ്രഭവേര്യഥാ. ഈ സുഖത്തെ കിട്ടാൻ വേണ്ടിയിട്ട് അതുമാതിരി ദുഃഖത്തെ കളയാനും വേണ്ടിയിട്ടുള്ള മാർഗങ്ങളൊക്കെ അറിവുള്ള ആരാണ് ഞങ്ങൾ ആർക്കെങ്കിലൊക്കെ ഭാവം വിചാരിക്കുക നോക്കുക സമ്മതിക്കുക. എന്നാലും ഈ മരണം വരാതിരിക്കാനുള്ള ഇതിന് എന്തായാലും മരിക്കുക എന്നുള്ളതുണ്ടല്ലോ, അതിന് മരിക്കാതിരിക്കാനുള്ള കൗശലം ആർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണമെന്നാണ് പറയും. കാരണം അതുകൊണ്ട് മരണഭയവും എല്ലാവർക്കും ഉണ്ട്, മരണഭയം എന്നുള്ളത്. മൃത്യുർന്ന ഭവയിൽ യഥാ, അതുകൊണ്ട് കൊന്വർത്ഥ സുഖയത്യേനം കാമോ വാ മൃത്യുരന്തികേ ആഘാതം നിയമാനസ്യ വധ്യസ്യേവ നദുഷ്ടിത. അതുകൊണ്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന ഒരാൾക്ക് ധാരാളം സുഖമായിട്ട് നല്ല ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള സുഖങ്ങൾ കൊടുത്താൽ അയാൾക്ക് വല്ല സന്തോഷം ഉണ്ടാവുക. കാരണം അയാളുടെ മനസ്സ് എപ്പോഴും ചിന്തിക്കുക എന്താണ് ഇത് കഴിഞ്ഞ് എന്താ കാര്യമുള്ളത്, ഞാൻ മരിക്കാൻ പോവുകയാണെന്നാണ്. അതുമാതിരി ഈ മരണം നേടുന്നവരെ സൂക്ഷിക്കാമല്ലോ എന്നുള്ള ആ ഭാവം അത് വെറും തെറ്റല്ലേ, അല്ലെങ്കിൽ അത് ശാശ്വതമല്ല എന്നതിൽ ഒരു ഇത് മാത്രമല്ലേ പറയുകയാണ് ഭഗവാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം ഉറപ്പാണെന്ന് വന്നു കഴിഞ്ഞാൽ ഈ ലൗകിക ഇതൊക്കെ നശ്വരാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇതിലൊന്നും സുഖം ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് സുതം ച ദൃഷ്ടവൽ ദുഷ്ടം സ്പർദ്ധാസൂയാത്യയം ബഹു അന്തരായ കാമത്വൽ കൃഷിവച്ചാവി നിഷ്ഫലം. ഇനി ഈ ശ്രുതം എന്ന് പറഞ്ഞാൽ അതായത് ശ്രുതം കേൾക്കപ്പെട്ട ലോകം, നമ്മൾ കാണാത്തതല്ല, കേൾക്കപ്പെട്ട ലോകം ദൃഷ്ടവൽ ഇതില്ലേ. ഇപ്പോൾ കാണുന്ന ലോകത്തിൽ നമുക്ക് ഇവിടെ ഉണ്ട് അസൂയുണ്ട്, മാത്സര്യമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇനി കേൾക്കപ്പെട്ട ലോകം ഏതാണ്? സ്വർഗ്ഗലോകം. അവിടെ നല്ല സുഖമാണ്, ഇവിടെ നല്ല പ്രവൃത്തികൾ ചെയ്തു വെച്ചാൽ അവിടെ സുഖം കിട്ടുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണോ? അവിടെ ചെന്നാൽ അവിടെയും ധാരാളം നമ്മൾ കഥ കേട്ടിട്ടുണ്ട്, അവിടെ ധാരാളം ബുദ്ധിമുട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ദേവന്മാരുടെ മത്സരങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ട് ബഹു അന്തരായ കാമ ആഗ്രഹത്തിന് വിഘ്നങ്ങൾ അനേകം ഉണ്ടായതുകൊണ്ടും അവിടെയും അതിൽ
കൃഷിവൽ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യണ സമയത്തുണ്ടല്ലോ നമ്മൾ സതുദ്ദേശത്തോടുകൂടി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും അതിൽ വിത്ത് നന്നായിരിക്കണം, അത് കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ നന്നായിരിക്കണം. ഇതൊക്കെ നന്നായാൽ മാത്രമേ കൃഷി സഫലമായി തീരൂ, അല്ലാന്നുണ്ടെങ്കിൽ അത് നിഷ്ഫലമായി തീരും. ഇതേമാതിരി തന്നെ സ്വർഗാദി സുഖങ്ങൾ ലഭിച്ചുകൊണ്ടുള്ള പ്രവൃത്തികളെല്ലാം ഇതേമാതിരി ഓരോ വിഘ്നങ്ങളുള്ളത് കൊണ്ട് അതൊന്നും ശാശ്വതമായിട്ടുള്ള സഫലമായിട്ടുള്ള പ്രവൃത്തി ആവില്ല എന്ന് അന്വേഷിച്ചറിയണം. എന്ന് മാത്രമോ അന്തരായൈരവിഹതോ യതിധർമ്മസ്വനുഷ്ഠിതം തേനാവിനിർജിതം സ്ഥാനം യഥാഗച്ഛതി തൃണു. ഇനി ഭൂമിയിൽ യാതൊരു തടസ്സങ്ങളും ഇല്ലാണ്ട് സത്ഫലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സ്വർഗഫലം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ സഫലമായി തീർന്നു വിചാരിക്കുക. എന്നിപ്പോൾ അവിടെ ചെന്നാൽ അവിടെ എന്താ ഉണ്ടാവുക ആലോചിച്ച് നോക്കൂ. ഇഷ്വേഹ ദേവതായജ്ഞൈർ സ്വർലോകം യാതി അഗ്നിക ഭുഞ്ജീത ദേവവൽ തത്ര ഭോഗൻ ദിവ്യൻ നിജാർജിതൻ. ഇവിടെ നല്ല യജ്ഞങ്ങളൊക്കെ ചെയ്ത് ആ ദേവതമാരൊക്കെ സന്തോഷിപ്പിച്ചിട്ട് അവരുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ദേവന്മാരെ പോയി തന്നെ സ്വർഗലോകിൽ ചെന്നിട്ട് അതിലെ താൻ നിജാർച്ച താൻ ആർജിച്ചിട്ടുള്ള ആ പുണ്യങ്ങളുടെ ഫലമൊക്കെ അവിടെ അനുഭവിക്കണം വിചാരിച്ചോളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാലോ സ പുണ്യോപജിതേ ശുഭ്രേ വിമാന ഉപഗീയതേ ഗന്ധർവൈ വിഹരൻ മധ്യേ ദേവീനം ഹൃദ്യവേഷധൃക്. അവിടെ ചെന്നാൽ സ്വർഗലോകത്തിൽ സുഖമായിട്ട് അങ്ങനെ കഴിയാം. ഗന്ധർവന്മാരുടെയും അപ്സരസുകളുടെയൊക്കെ കൂടെ വിഹരിച്ചുകൊണ്ട് വിമാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നല്ല വേഷങ്ങളൊക്കെ ധരിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് അങ്ങനെ കൂടാം. സ്ത്രീഭി കാമകയാനേന കിങ്കിണീജാലമാലിന ക്രീഡന്ന വേദാത്മപാദം ക്രീഡന്ന വേദാത്മപാദം സുരാക്രീഡേഷു നിർവൃത. അവിടെ അങ്ങനെ മുഴുകിയിട്ട് സ്വർഗലോക സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടാവും? ആ വേദാത്മപാത അവിടെ ചെന്നാലും ഈ അവിടുത്തെ പുണ്യസുഖങ്ങൾ ഇതില്ലേ ആ ഭോഗം അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരണം എന്നുള്ളത് ചിന്തിക്കില്ല, തൻ്റെ പതനത്തെ അറിയില്ല എന്ന് പറയാണ്. താവൽ പ്രമോദതേ സ്വർഗേ യാവൽ പുണ്യം സമാപ്യതേ ക്ഷീണപുണ്യ പദത്യർവാക് അനിച്ഛൻ കാലചാലിത. എത്രത്തോളം കാലം നമ്മൾ പുണ്യം ചെയ്ത് എത്രത്തോളം പുണ്യം നമ്മൾ ആർജിച്ചേണ്ട ആ പുണ്യം തീരുന്നത് വരെ ആ സ്വർഗലോകത്തിൽ സൂഹിക്കാം. ക്ഷീണപുണ്യനായി കഴിഞ്ഞാലോ പദത്യർവാക് താഴത്തേക്ക് അങ്ങോട്ട് വീഴും ചെയ്ത് വരികയാണ്. അന്വേഷിച്ചാൽ നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ കൂടിയിട്ട് ആ കാലത്തിൻ്റെ ഇത് കാരണം നമുക്ക് തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരേണ്ടി വരും ചെയ്യും. അതാണ് അപ്പോൾ സ്വർഗലോകവും നശ്വരങ്ങളാണ്. യദ്യധർമ്മരഥസങ്കൽ അസതം വാജിരേന്ദ്രിയ കാമാത്മാ കൃപണോ ലുബ്ധ സ്ത്രൈണോ ബോധവിഹിംസക. ഇനി അധർമ്മങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് സംഘാൽ അസതാം അവിജിതേന്ദ്രിയ വാജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ ജയിക്കാണ്ട് ആ ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരുടെ സംഘം കൊണ്ട് ആ പല കാമങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് കൃപണനായിട്ട് ലുബ്ധനായിട്ട് സ്ത്രൈണനായിട്ട് ജന്തുക്കളെയൊക്കെ അനവധി വധിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടിയിട്ട് പശൂൻ അവിധിനാലഭ്യ പ്രേതഭൂതഗണൻ യജൻ നരകാനവശോ ജന്തുർ ഗത്വായാത്യുൽബണം തമാ. അനവധി പശുക്കളെയൊക്കെ വധിച്ചുകൊണ്ട് ആ ഇതില്ലേ പ്രേതങ്ങളെയും ഭൂതഗണങ്ങളെയൊക്കെയാണ് ഇങ്ങനത്തുള്ള യജ്ഞങ്ങളെ കൊണ്ടൊക്കെ ഇരിക്കുക. എന്നിട്ടോ അതിൽ അവരുടെ ഫലം കിട്ടിയിട്ട് അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? നരകാനവശോ ജന്തുർഗത്വാ അത്യുൽബണം തമാ. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? നരകത്തിലേക്ക് അവശനായിട്ട് വീണിട്ട് ഈ അന്ധകാരത്തിൽ അങ്ങനെ അന്ധകാരത്തിനെ പ്രാപിച്ചുകൊണ്ട് അവിടെ അങ്ങനെ വലയും. കർമാണി ദുഃഖോദർക്കാണി കുർവൻ ദേഹേനതൈ പുനം ദേഹമാപജതേ തത്ര കിം സുഖം മർത്യധർമ്മിണ. ഇവനെ ആ നരകലോകത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ പാപങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? ഇവിടെ തന്നെ മനുഷ്യനായിട്ട് വരും. ഇങ്ങനെ ഈ മർത്യധർമ്മത്തിയായിട്ട് മരിക്കാൻ, അതായിട്ട് മർത്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും മരിക്കുന്ന സ്വഭാവമുള്ള ആളാണ്. ഇങ്ങനെ ഈ ശരീരത്തിൽ ബോധം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഉണ്ടല്ലോ, അത് സ്വർഗ്ഗസുഖത്തിന് വേണ്ടിയിട്ട് ആയിക്കോട്ടെ, അല്ലാതെ സ്വന്തം സുഖത്തിന് പോയിട്ട് നരകത്തിൽ പോകണം, എന്തായാലും ദുഃഖോദർക്കാണ്. എല്ലാം അവസാനം ദുഃഖം കൊണ്ടാണ് കുറുവൻ ദേഹേനതൈ പുനാ. ശരീരം കൊണ്ട് എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം അവസാനം ദുഃഖത്തിനായിട്ടേ വരൂ എന്നാണ്. അത് തത്രക്കും സുഖം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവനാണ്, ശരീരത്തിലാണ്. ഇതിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് സുഖം ഉണ്ടാവുക നോക്കിയാണ് ഭഗവാൻ. പിന്നെ ഒന്നും ആലോചിച്ച് നോക്കൂ. ഇവിടെ മാത്രമല്ല, ലോകപാലാനം മദ്ഭയം കൽപ്പജീവിനം ബ്രഹ്മണോ വിഭയം മത്തോ ദ്വിപരാർദ്ധപരായുഷ. ഈ
ഈ ലോകത്തിലെല്ലാം അതുമാതിരി ലോകത്തിൻ്റെ നാഥന്മാരായിട്ട് എല്ലാവർക്കും എന്നെ പേടിന് കാലരൂപിയായിട്ടുള്ള എന്നെ പേടിയെന്ന് പറയുകയാണ്. പിന്നെയോ ഒരു കൽപ്പം വരെ ഇവരൊക്കെ ആയുസുള്ളൂ. ബ്രഹ്മണോ അഭിഭയം മത്തോ ദ്വിപരാർദ്ധപരായുഷ. ബ്രഹ്മാവിനും തൻ്റെ ആയുസ്സായിട്ടുള്ള ദ്വിപരാർദ്ധം കാലം കഴിഞ്ഞാൽ ആ ബ്രഹ്മാവിനും നാശം ഉണ്ടെന്നുള്ളത് ബ്രഹ്മാവിനും അറിയുകൊണ്ട് ബ്രഹ്മാവിനും എന്നെ പറ്റി പേടിയുണ്ട് എന്ന് പറയുകയാണ്. അതുകൊണ്ട് എന്താണ്, ഇതൊക്കെ അവാസ്തവങ്ങളാണെന്ന് ഉറപ്പിക്കുന്നവണ്. അതാണ് യഥാർത്ഥത്തിലുള്ള തത്വം. ഗുണാസൃജന്തി കർമാണി ഗുണോനുസൃജതേ ഗുണൻ ജീവസ്തു ഗുണസംയുക്തോ ഭുങ്ക്തേ കർമ്മഫലന്യസോ. ഈ ഗുണങ്ങളാണ്, ത്രിഗുണങ്ങളാണ് എന്തുണ്ടായത്, കർമ്മങ്ങളെ ജീവനെ ഉണ്ടാക്കിയത്. ആ ജീവൻ കൊണ്ടാണ് കർമ്മങ്ങൾ ഉണ്ടായത്. ആ കർമ്മങ്ങൾ വീണ്ടും വീണ്ടും ഗുണങ്ങളെ വർദ്ധിപ്പിക്കാനോ കുറയാനോ കൊടുക്കുക. ഇങ്ങനെ ഈ ജീവൻ എന്നുള്ളത് ഗുണസംയുക്തനായിട്ട് ഭുങ്ക്തേ കർമ്മഫലന്യസവും, ആ ഗുണങ്ങളെ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം അനുഭവിച്ചുകൊണ്ട് ജീവൻ അങ്ങനെ സഞ്ചരിക്കുന്നു പറയുകയാണ്. യാവൽസ്യാൽ ഗുണവൈഷമ്യം താപം നാനാത്വമാത്മനോ യാവൽ പാരതന്ത്ര്യം തദേവഹി. ഏതുവരെ ഇങ്ങനെയുള്ള ഈ ഗുണങ്ങൾക്ക് വിഷമഭാവം ഉണ്ടോ അതുവരെ ഈ ആത്മാവിന് നാനാത്വഭാവം ഉണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ നാനാത്വഭാവം എത്രത്തോളം ഉണ്ടോ അതുവരെ ഈ ആത്മാവിന് അസ്വാതന്ത്ര്യമുണ്ട്. അതായത് ഈ ഗുണങ്ങളിൽ മുഴുകിയിരിക്കുന്നിടത്തോളം കാലം താൻ ശരീരമാണെന്നുള്ള ബോധമാണ്. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് എല്ലാം കൊണ്ടും അങ്ങനെ ചെയ്തുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഇല്ലാണ്ട് ആത്മാവ് ജീവൻ്റെ കൂടെ, ആ ആത്മാവാണ് ജീവനായിട്ട് ശരീരത്തിൻ്റെ കൂടെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. സ്വതന്ത്രത്വം താവതീശ്വരതോഭയം യേതൽ സൗഭാസീരം തേ മുഹ്യന്തി ശുചാർപ്പിത. അങ്ങനെ എത്രത്തോളം കാലം ഈ അസ്വാതന്ത്ര്യം ഉണ്ടോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഇല്ലായ്മ അത്രയും കാലം ഈശ്വരത ഭയം, അങ്ങനെയുള്ള അസ്വാതന്ത്ര്യമുള്ള കാലം ഈ ജീവനാണെന്ന് ജീവന് ഭഗവാൻ ഈശ്വരനിൽ നിന്ന് പേടിയുണ്ടെന്ന് പറയുകയാണ്. ഈ ലോകത്തെ സേവിക്കുന്ന അവർ എന്ത് ചെയ്യും, ആ ദുഃഖം കൊണ്ട് ഇങ്ങനെ വിഷമിച്ചിട്ട് വീണ്ടും മോഹിച്ചുകൊണ്ട് അങ്ങനെ കഴിയുള്ളൂ. കാല ആത്മാഗമോ ലോക സ്വഭാവോ ധർമ്മേവജ ഇതിമം ബഹുധാ പ്രാഹുർ ഗുണം വ്യതികരേ സതി. ഇങ്ങനെ ഈ ഗുണത്തിൻ്റെ മേളനം കൊണ്ടുണ്ടാകുന്ന കാലം, ആത്മാവ്, ആഗമം, വേദം, സ്വഭാവം, ധർമ്മം, ഇങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ടല്ലോ ഞാൻ തന്നെയാണ്, ഇത് എന്നെ ബഹുതായിട്ട് ഇങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കിയാൽ ഇതെല്ലാം ഞാനാണെന്ന് മനസ്സിലാക്കി ആ എന്നിലേക്ക് തന്നെ ചിന്തിക്കുക പോയി കഴിഞ്ഞാണ്ടല്ലോ ഇതിനെല്ലാം അതീതമായിട്ടിരിക്കുന്ന ഞാനാണ് വാസ്തവമായിട്ട് സത്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവന് ഇത് കാലത്തിനുള്ള ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നാണ് ഭയം ഉണ്ടാവുന്നത്. അതുമാതിരി എന്താണ് ധർമ്മത്തിന് എല്ലാറ്റിനും പേടികൾ എന്താണ്, എല്ലാം ഈശ്വരനിൽ നിന്നാണെന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ ആ ഈശ്വരനിൽ ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഭയം ഇല്ലാണ്ടാവും ചെയ്യും. അപ്പോഴാണ് ഉദ്ധവ ഉവാച ഗുണേഷു വർത്തമാനോപി ദേഹജേഷ്വനവാവൃത ഗുണൈർനബധ്യതേ ദേഹി ബധ്യദേവാഗതം വിഭോ. ഈ ഗുണങ്ങളിൽ ഉദ്ധവം ചോദിക്കുകയാണ്, ഗുണങ്ങളിൽ അങ്ങനെ ഇരിക്കുന്നതാണെങ്കിൽ കൂടിയിട്ട് ജീവൻ ആ ദേഹജന്യങ്ങളായുള്ള കർമ്മങ്ങളിൽ എങ്ങനെ ബന്ധിക്കപ്പെടാതിരിക്കുക? അനവാവൃത, മറയ്ക്കപ്പെടാത്തവനാണെങ്കിൽ ഗുണങ്ങളാൽ കഥം വാ ബദ്ധ്യതേ, എങ്ങനെ ബന്ധിക്കപ്പെടും? അതാണ് ഈ അങ്ങിപ്പോൾ പറഞ്ഞുവല്ലോ, ഈ ജീവൻ എന്നുള്ളത് എപ്പോൾ ശരീരമാണ് തന്നുള്ള ബന്ധം വരണു അപ്പോഴാണ് ഈ വിഷമങ്ങൾ മുഴുവൻ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അതേ സമയത്ത് ഇതിൽ വിമുക്തി വന്നു കഴിഞ്ഞാൽ ബന്ധമില്ലാണ്ടായി കഴിഞ്ഞാൽ മുക്തനായിത്തീരുന്നു പറഞ്ഞു. എങ്ങനെ ഒരേ തന്നെയല്ലേ ആത്മാവിനെ തന്നെയല്ലേ അങ്ങ് ആത്മാവെന്നും ജീവൻ എന്നും പറയണത്? എങ്ങനെയാണ് എപ്പോഴാണ് ഈ ബന്ധം എന്നുള്ളത് ഉണ്ടായത്? അല്ലാതെ എപ്പോഴാണ് ഇതിന് മുക്തി നേടാൻ കഴിയുക? കഥം വർത്തേത വിഹരയിൽ കൈർവാജ്ഞായേത ലക്ഷണൈ കിം പുഞ്ചീതോത വിസൃജയിൽ ശരീരാസീതയാദിവാ. എങ്ങനെയാണ് ഇതിൽ അതായത് ഇപ്പോൾ പറഞ്ഞില്ലേ, ശരീരം എന്നുള്ളതിൽ ജീവനുണ്ട്. ആ ജീവനെ തന്നെയാണ് ജീവാത്മാവ്, പരമാത്മാവിൻ്റെ അംശം എന്ന് പറയുന്നത്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ജീവനെ മുക്തൻ, അതായത് ശരീരബോധം ഇല്ലാണ്ട് താൻ ജീവൻ മുക്തനായിട്ടിരിക്കുന്ന അവസ്ഥ, ആ ജീവൻ അതിനെ വേണമെച്ചാൽ മുക്തൻ എന്ന് പറയാം. ഇനി അല്ല, ആ ജീവൻ തന്നെ ശരീരമാണെന്ന് ബോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുണ്ടല്ലോ, ആ ബദ്ധൻ എന്നുള്ള ഭാവമായിരിക്കും. എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്, എന്ത് ലക്ഷണങ്ങളെ കൊണ്ടാണ് ആ ബന്ധനത്തിൽ ഇരിക്കുന്ന ആളെയും അതിൽ നിന്ന് വിട്ട ആളെയും എന്തൊക്കെ ലക്ഷണങ്ങളെ കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ്
എങ്ങനെയാണ് അവർ വ്യാപരിക്കുക, എങ്ങനെയാണ് അവർ വിനോദിക്കുക, എന്ത് ലക്ഷണങ്ങളെ കൊണ്ടാണ് അവരെ വേർതിരിച്ചറിയുക എന്നുള്ളതൊക്കെ പറഞ്ഞു തരണേ എന്ന് പറയാണ്. ഏതച്യുതമേ ബ്രൂഹി പ്രശ്നം പ്രശ്നവിധം വര നിത്യമുക്തോ നിത്യബദ്ധ ഏക ഏവേദി മേ ഭ്രമാ. നോക്കൂ, നിത്യമുക്തനായിട്ടൊരാൾ, അതുമായിട്ട് നിത്യബദ്ധനായിട്ടൊരാൾ, ഇത് രണ്ടും ഈ ശരീരത്തിൽ തന്നെ ഇതിന് കഴിയണത്. ഇങ്ങനെയാണ് ഇതിനെ വേർതിരിച്ചഴിയുക. അങ്ങനെ നിത്യമുക്തനായിട്ടുണ്ടോ ഒരവസ്ഥ ഉണ്ടോ, അല്ലെങ്കിൽ നിത്യബദ്ധനായിട്ടൊരവസ്ഥ ഉണ്ടോ? ഇതിനെപ്പറ്റി എനിക്ക് വല്ലാണ്ട് സംശയമുണ്ട് ഭഗവാനെ. ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വ്യക്തമായി കഴിഞ്ഞില്ല. എൻ്റെ ഈ ചോദ്യം അങ്ങ് വീസാതല്ലേ മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഉത്തരം എനിക്ക് പറഞ്ഞു തരണേ എന്ന് ഉദ്ധവൻ പറയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതി മഹാപുരാണേ ഏകാദശ സ്കന്ധേ സംസാര പ്രകാര നിരൂപണം നാമ ദശമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.